നമസ്കാരം. നയതന്ത്ര ഇടപെടലിൽ സൗഹൃദ രാജ്യങ്ങളെ ചേർത്തു നിർത്തുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന മിടുക്ക് ലോകരാജ്യങ്ങളെ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇടപെടലുകൾ പലപ്പോഴും കയ്യടികൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ശരീരഭാഷയിൽ തന്നെ ഇരു രാജ്യങ്ങളും മികച്ച സൗഹൃദ രാജ്യങ്ങളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയായിരുന്നു പുടിന്. മറ്റ് ലോക നേതാക്കളോട് സംസാരിക്കുമ്പോൾ വലുപ്പമുള്ള ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് റഷ്യൻ പ്രസിഡന്റ് അല്പം അകൽച്ച പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ച മുൻപ് ചർച്ചയായിരുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഒപ്പം ഇരുന്നപ്പോൾ താരതമ്യേന ചെറിയ ടേബിളിന് ചുറ്റും ഇരുന്നുകൊണ്ടും ലോകത്തെ ഞെട്ടിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിൻ. ഇന്ത്യക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന ചർച്ചകളും ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ്, റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ പവൻ കപൂർ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെർജി ലവ്റോവുമായി ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു. ഇൻഡോ പസഫിക്, യുക്രൈൻ സംഘർഷം, ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങി നിരവധി ആഗോള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സാമ്പത്തിക മേഖല, കണക്ടിവിറ്റി, സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തതായി നേതാക്കൾ അറിയിച്ചു. തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധം അതിന്റെ ഏറ്റവും മികച്ച നിലയിലാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ റഷ്യ ബന്ധം സുസ്ഥിരവും ഏറെ ശക്തവുമാണ് എന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം ഏറ്റവും മികച്ച നിലയിലാണുള്ളതെന്നും 50 ബില്യൺ US$ വിപണിയാണ് കഴിഞ്ഞ വർഷം നേടിയതെന്നും റഷ്യയ്ക്കും ഇന്ത്യക്കും ഈ ബന്ധത്തിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും വ്യാപാരം, നിക്ഷേപം, സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം റഷ്യയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇന്ത്യ വളരെയധികം വിലമതിക്കുന്ന പങ്കാളിയാണ് റഷ്യയെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ഏതായാലും നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ മികച്ച നീക്കങ്ങൾ വലിയ കയ്യടിയാണ് നേടുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.